2023 വിവിധ പരീക്ഷകളിൽ PSC ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അല്ലെ, അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണ്, അതായത് വേസ്റ്റിന് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കും. അപ്പൊ ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് മെറ്റലർജി അഥവാ ലോഹ നിഷ്കർഷണം. ലോഹ നിഷ്കർഷണത്തിന് 3 ഘട്ടങ്ങളാണുള്ളത്. അയിരുകളുടെ സാന്ദ്രണം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, ലോഹ ശുദ്ധീകരണം. അപ്പൊ അയിരിൽ നിന്ന് അപദ്രവ്യങ്ങളെ, അതായത് മണ്ണ്, ചെളി മുതലായവ, അതായത് വേസ്റ്റുകളൊക്കെ ഉണ്ടാവല്ലോ, അതിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ അഥവാ അയിരുകളുടെ സാന്ദ്രണം എന്നറിയപ്പെടുന്നത്. അപ്പൊ അയിരുകളുടെ സാന്ദ്രണം നടത്തുന്ന രീതികളുണ്ട്. ഹൈഡ്രോളിക് വാഷിംഗ്, ലെവിഗേഷൻ അതായത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്ലവന പ്രക്രിയ, മാഗ്നറ്റിക് സെപ്പറേഷൻ കാന്തിക വിഭജനം, ലീച്ചിങ്. ഇതാണ് അയിരുകളുടെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയകൾ. അപ്പൊ മെറ്റലർജി അല്ലെങ്കിൽ ലോഹ നിഷ്കർഷണത്തിന് 3 ഘട്ടങ്ങളാണ്. അയിരുകളുടെ സാന്ദ്രണം, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, ലോഹ ശുദ്ധീകരണം. ഇനി അയിരുകളുടെ സാന്ദ്രണം നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ നമുക്ക് അയിരിനെ സാന്ദ്രീകരിക്കാം? എന്താണ്? ലെവിഗേഷൻ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, മാഗ്നറ്റിക് സെപ്പറേഷൻ, ലീച്ചിങ്. അതിൽ സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ, ഓക്സൈഡ് ആക്കിയ അയിരിന്റെ നിരോക്സീകരണം എന്നീ 2 ഘട്ടങ്ങളിലൂടെയാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹങ്ങളെ വേർതിരിച്ചെടുക്കുന്നത്. കാൽസിനേഷൻ, റോസ്റ്റിംഗ് എന്നീ മാർഗങ്ങളിലൂടെയാണ് സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കുന്നത്. അല്ലെ, അത് നമ്മൾ സാന്ദ്രീകരിച്ച അയിരിനെ എന്ത് ചെയ്യണം? ഓക്സൈഡ് ആക്കണം. അതിനുള്ള 2 മെത്തേഡാണ് കാൽസിനേഷനും റോസ്റ്റിംഗും. വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. വായുവിന്റെ അസാന്നിധ്യം, വായു ഇല്ല, ഓക്സിജൻ ഇല്ല, വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തിൽ, അല്ലെ, അതിന്റെ ദ്രവണാങ്കത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. ഇനി ഓക്സിജന്റെ സാന്നിധ്യം, വായുവിന്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തെക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കും. രണ്ടും ദ്രവണാങ്കത്തെക്കാൾ കുറഞ്ഞ താപനിലയാണ്. ഒന്നിലെ ഓക്സിജൻ ഇല്ല, രണ്ടില് വേറൊരെണ്ണത്തിലെ ഓക്സിജൻ ഉണ്ട്. അതാണ് വ്യത്യാസം. അല്ലെ, ഓക്സിജൻ ഉള്ളതാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? റോസ്റ്റിംഗ് എന്ന് പറയും. ഓക്സിജൻ ഇല്ലെങ്കിൽ അതിനെ കാൽസിനേഷൻ എന്ന് പറയും. ഓക്സൈഡ് ആക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനത്തെയാണ് നിരോക്സീകരണം. അല്ലെ, ആദ്യം നമ്മൾ ഓക്സൈഡ് ആക്കും, അതിനുശേഷം അതിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്നതിനെയാണ് നിരോക്സീകരണം എന്ന് പറയുന്നത്. ലോഹങ്ങളുടെ ക്രിയാശീലത്തിന്റെ അടിസ്ഥാനത്തിൽ ലോഹ നിർമ്മാണ വേളയിൽ വൈദ്യുതി, കാർബൺ മോണോക്സൈഡ് എന്നിവ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കും. അല്ലെ, ക്രിയാശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് റിയാക്ഷനിൽ പങ്കെടുക്കാൻ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ലോഹങ്ങൾ ഉണ്ടാവും. അപ്പൊ അവയുടെ സ്വഭാവത്തിനനുസരിച്ചാണ് നമ്മൾ നിരോക്സീകാരിയായിട്ട് എന്തൊക്കെ ഉപയോഗിക്കുന്നത്? വൈദ്യുതി ഉപയോഗിക്കും, കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കും, കാർബൺ ഉപയോഗിക്കുന്നത്. അപ്പൊ ക്രിയാശീലം കൂടിയ ലോഹങ്ങളാണ് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയവ ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ നമ്മൾ നിരോക്സീകാരിയായിട്ട് ഉപയോഗിക്കുന്ന ആരെയാണ്? വൈദ്യുതിയാണ്. അല്ലെ, ക്രിയാശീലം വളരെ കൂടുതലാണ് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നിവയ്ക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അവയെ നിരോക്സീകരിക്കാൻ വൈദ്യുതി, ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏത് രീതിയിൽ കൂടി നിർമ്മിച്ച ലോഹവും സാധാരണമായി ചില അപദ്രവ്യങ്ങളാൽ മലിനമായിരിക്കും. ഈ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് റിഫൈനിങ് ഓഫ് മെറ്റൽ അഥവാ ലോഹ ശുദ്ധീകരണം എന്ന് പറയുന്നത്. ശുദ്ധീകരിക്കേണ്ട ലോഹത്തിന്റെയും അവയിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളുടെയും സ്വഭാവം അടിസ്ഥാനമാക്കി ലോഹ ശുദ്ധീകരണത്തിന് വിവിധ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? മെറ്റലർജിയുടെ 3ാമത്തെ ഘട്ടമാണ് ഈ റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത്. താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹങ്ങളെ ഫർണസിന്റെ ചരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുക്കി താഴേക്ക് വരുന്നു. അതിനെയാണ് ഉരുക്കി വേർതിരിക്കൽ, ലിക്വേഷൻ എന്ന് പറയുന്നത്. അല്ലെ, ടിന്നൽ ലെഡ്, അതായത് താഴ്ന്ന ദ്രവണാങ്കമാണ് ആ ലോഹങ്ങൾക്കുള്ളത്. അപ്പൊ ഫർണസിന്റെ ചരിഞ്ഞ പ്രതലത്തിൽ വെച്ച് അതിനെ ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം എന്ത് ചെയ്യും? അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുകും. താഴ്ന്ന ദ്രവണാങ്കമാണ്, അതുകൊണ്ട് തന്നെ അവ വേഗം ഉരുകി അപദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് ഉരുകി താഴേക്ക് വരുന്നു. ഈ പ്രക്രിയയാണ് ലിക്വേഷൻ അഥവാ ഉരുക്കി വേർതിരിക്കൽ എന്നറിയപ്പെടുന്നത്. അങ്ങനെ ചെയ്യുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് ടിന്ന്, ലെഡ്. താഴ്ന്ന തിളനിലയിലുള്ള ലോഹങ്ങളെ ഒരു റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം മാത്രം ബാഷ്പീകരിക്കുന്നത്. താഴ്ന്ന തിളനിലയുള്ള ലോഹങ്ങളെ റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം മാത്രം ബാഷ്പീകരിക്കുന്നു. ഈ ബാഷ്പം ഘനീഭവിച്ച് ശുദ്ധലോഹം ലഭിക്കുന്ന രീതിയാണ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്നറിയപ്പെടുന്നത്. സിങ്ക്, കാഡ്മിയം, മെർക്കുറിയൊക്കെ സ്വേദനം വഴി അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് വേർതിരിച്ചെടുക്കാവുന്നതാണ്. താഴ്ന്ന തിളനിലയുള്ള ലോഹങ്ങളെ റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കി ശുദ്ധലോഹം മാത്രം എന്തെയ്യുന്നു? ബാഷ്പീകരിച്ചെടുക്കുന്നു. ഈ ബാഷ്പം പിന്നീട് കണ്ടൻസ് ചെയ്തിട്ട് അത് നമ്മൾ ശുദ്ധലോഹമാക്കി മാറ്റുന്ന രീതിയാണ് ഡിസ്റ്റിലേഷൻ എന്നറിയപ്പെടുന്നത്. ഒരു ചെറിയ കഷ്ണം ശുദ്ധലോഹം നെഗറ്റീവ് ഇലക്ട്രോഡായും ശുദ്ധീകരിക്കേണ്ട അപദ്രവ്യം അടങ്ങിയ ലോഹം പോസിറ്റീവ് ഇലക്ട്രോഡ്. അല്ലെ, ശുദ്ധലോഹം നമ്മൾ എടുക്കേണ്ട എവിടെയാണ്? നെഗറ്റീവ് ഇലക്ട്രോഡിൽ വെക്കാം. മാലിന്യം അടങ്ങിയതിനെ പോസിറ്റീവ് ഇലക്ട്രോഡിൽ വെക്കാം. എന്നിട്ട് ഏത് ലോഹമാണോ ഉപയോഗിക്കുന്നത് ആ ലോഹത്തിന്റെ ലവണ ലായനി നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്ത് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന രീതിയാണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. അല്ലെ, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. കോപ്പർ അങ്ങനെയാണ്. അപ്പൊ കോപ്പർ സൾഫേറ്റ് ലായനി ആയിരിക്കും നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടതില്ല, ആ ലോഹത്തിന്റെ ലായനി ആയിരിക്കും. അപ്പൊ അപദ്രവ്യങ്ങൾക്ക് ലോഹത്തിന്റെ ഖരാവസ്ഥയുള്ളതിനേക്കാൾ ലേത്വം കൂടുതൽ ഉരുകിയ അവസ്ഥയിലാണ് എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ലോഹ ശുദ്ധീകരണ രീതിയാണ് സോൺ റിഫൈനിങ്, മേഖലാ ശുദ്ധീകരണം. അടുത്തൊരു ലോഹ ശുദ്ധീകരണ രീതിയാണ് ഈ വേസ്റ്റ് അല്ലെങ്കിൽ ഈ അപദ്രവ്യങ്ങൾക്ക് ലോഹത്തിന്റെ ഖരാവസ്ഥയിലുള്ളതിനേക്കാൾ ലേയത്വം കൂടുതൽ ഉരുകിയ അവസ്ഥയിലാണ് എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി നടത്തുന്നതാണ് മേഖല ശുദ്ധീകരണം അഥവാ സോൺ റിഫൈനിങ് എന്ന് പറയുന്നു. അർദ്ധജാലങ്ങളും ഉയർന്ന ശുദ്ധതയുള്ള ലോഹങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മേഖലാ ശുദ്ധീകരണ രീതിയാണ്. ഉദാഹരണത്തിന് ജർമേനിയം, സിലിക്കൺ, അതൊക്കെ അർദ്ധലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റലോയിഡുകളാണ് ഈ ജർമേനിയം, സിലിക്കൺ എന്നൊക്കെ പറയുന്നത്. ജർമേനിയം, സിലിക്കൺ, ബോറോൺ, ഗാലിയം, ഇൻഡിയം
ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സോൺ റിഫൈനിങ് ആണ്. ലോഹത്തെ ഒരു ബാഷ്പശീലമുള്ള സംയുക്തമാക്കി മാറ്റുകയും മറ്റൊരിടത്ത് ശേഖരിക്കുകയും ചെയ്യുന്നു. അതിനെ പിന്നീട് വിഘടിപ്പിച്ച് ശുദ്ധലോഹമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വേപ്പർ ഫേസ് റിഫൈനിങ് അല്ലെങ്കിൽ ബാഷ്പതല ശുദ്ധീകരണം. ലോഹത്തെ എന്ത് ചെയ്യുന്നു, ഒരു ബാഷ്പശീലമുള്ള സംയുക്തമാക്കി മാറ്റുകയും മറ്റൊരിടത്ത് ശേഖരിക്കുകയും ചെയ്യുന്നു. അതിനെ പിന്നീട് വിഘടിപ്പിച്ച് എന്താക്കി ശുദ്ധലോഹമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വേപ്പർ ഫേസ് റിഫൈനിങ് അല്ലെങ്കിൽ ബാഷ്പതല ശുദ്ധീകരണം. ഇനി നിക്കലിന്റെ ശുദ്ധീകരണത്തിന് മോണ്ട് പ്രക്രിയ, സിർക്കോണിയം, ടൈറ്റാനിയം തുടങ്ങിയവയുടെ വാൻ ആർക്കൽ ശുദ്ധീകരണം എന്നിവ ഇതിന് ഉദാഹരണമാണ്. ഇത് ബാഷ്പതല ശുദ്ധീകരണത്തിന് ഉദാഹരണമാണ്. നിക്കലിന്റെ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മോണ്ട് പ്രോസസ്, അതുപോലെ സിർക്കോണിയം, ടൈറ്റാനിയം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാൻ ആർക്കൽ ശുദ്ധീകരണം എന്നിവ ഇതിന് ഉദാഹരണമാണ്, ബാഷ്പതല ശുദ്ധീകരണത്തിന് ഉദാഹരണമാണ്. ഇനി ഇവിടെ അയിരുകളുടെ പ്രത്യേകത പറയുന്നത്, അയിരുകളുടെ പ്രത്യേകത സാന്ദ്രത കൂടിയവ. അപദ്രവ്യത്തിന്റെ പ്രത്യേകത സാന്ദ്രത കുറവാണെങ്കിൽ എന്ത് രീതി ഉപയോഗിക്കും, നമ്മൾ ജലത്തിൽ കഴുകിയെടുക്കുക എന്ന പ്രക്രിയയാണ് സാന്ദ്രണ രീതിക്ക് എടുക്കുക. ഉദാഹരണം, സ്വർണത്തിന്റെ അയിരുകൾ, ഓക്സൈഡ് അയിരുകളെല്ലാം നമ്മൾ ജലത്തിൽ കഴുകിയെടുക്കുമ്പോൾ ഈ അപദ്രവ്യത്തിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ അത് വെള്ളത്തിൽ അങ്ങോട്ട് ലയിച്ചു പോയിക്കോളും, നമുക്കപ്പോൾ ശുദ്ധലോഹം കിട്ടും. ഇനി അയിരുകൾക്ക് സാന്ദ്രത കുറവാണ്, അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതൽ, അതായത് വേസ്റ്റിന് സാന്ദ്രത കൂടുതലാണെങ്കിൽ നമ്മൾ പ്ലവന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ സൾഫൈഡ് അരികൾ. അപ്പോൾ ഓക്സൈഡ് അരികൾ നമ്മൾ ഉപയോഗിക്കുന്നത് ജലപ്രവാഹത്തിൽ ലെവിഗേഷൻ ആണ്. സൾഫൈഡ് അരികൾ നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, പ്ലവന പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്. ഇനി അയിരുകൾ ലായനിയിൽ ലയിക്കുന്നവയാണ്. ഒരു ലായനിയിൽ ലയിച്ചു ചേരും. അപദ്രവ്യം എന്ന് പറഞ്ഞാൽ അതേ ലായനിയിൽ ലയിക്കില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് ലീച്ചിങ്. ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതിയാണ് ലീച്ചിങ് എന്ന് പറയുന്നത്. അതായത് അയിര്, അതായത് ഓർ എന്ത് ചെയ്യും, ലവണത്തിൽ അല്ലെങ്കിൽ ഒരു ലായനിയിൽ ലയിച്ചു ചേരും, അപദ്രവ്യം ലയിക്കാതെ കിടക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലീച്ചിങ് ഉപയോഗിക്കും. ഇനി കാന്തിക സ്വഭാവമാണെങ്കിൽ നമുക്ക് എന്താണ്, അയിരുകൾക്ക് കാന്തിക സ്വഭാവമുണ്ട്, അപദ്രവ്യത്തിന് കാന്തിക സ്വഭാവമില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാന്തിക വിഭജനം വഴി, മാഗ്നറ്റേറ്റ് അതിന്റെ ഒരു ഉദാഹരണമാണ്. ഇനി അയിരുകളുടെ പ്രത്യേകത കാന്തിക സ്വഭാവമില്ല, പക്ഷെ അപദ്രവ്യത്തിന് കാന്തിക സ്വഭാവമുണ്ട്. അങ്ങനെ വരികയാണെങ്കിലും കാന്തിക വിഭജനം തന്നെയാണ്. ടിൻ സ്റ്റോൺ അതിനൊരു ഉദാഹരണമാണ്. മാഗ്നറ്റേറ്റ് എങ്ങനെയാണ്, അയിരിനാണ് മാഗ്നറ്റേറ്റ് എന്ന് നോക്കുമ്പോൾ തന്നെയാണ് ഇരുമ്പിന്റെ ഓറാണ് മാഗ്നറ്റേറ്റ്, അതിന് കാന്തിക സ്വഭാവമുണ്ട്. അപ്പൊ അയിരിന് കാന്തിക സ്വഭാവമുണ്ട്, അപദ്രവ്യത്തിന് ഇല്ല എങ്കിൽ കാന്തിക വിഭജനം, എക്സാമ്പിൾ മാഗ്നറ്റേറ്റ്. ടിൻ സ്റ്റോൺ എന്ന് പറയുന്ന സംഭവത്തിന് അയിരിനല്ല, മറിച്ച് ആർക്കാണ് കാന്തിക സ്വഭാവമുള്ളത്, അപദ്രവ്യത്തിനാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നതും കാന്തിക വിഭജനം തന്നെയാണ്, എക്സാമ്പിൾ ടിൻ സ്റ്റോൺ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ് എന്ന് പറഞ്ഞ സാഹിത്യകാരൻ നമുക്കറിയാം രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗാൾ കേന്ദ്രമാക്കിയാണ് ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും, നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറിയായിരുന്ന റിസ്ലെ ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഒരു ഐക്യത്തെക്കുറിച്ച് പരാമർശിച്ചത് ഇപ്രകാരമാണ്. അപ്പൊ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ഉയർന്നു വന്ന ശക്തിയാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്, അല്ലെ ശക്തിയായിട്ടാണ് ബംഗാളിനെ അധികാരികൾ കണ്ടത്. 1905 ജൂലൈ 20 വൈസ്രോയ് കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നു. 1905 നമുക്കറിയാം ബംഗാൾ വിഭജനം. ആ ഡേറ്റ് പ്രഖ്യാപിച്ച ഡേറ്റ് ജൂലൈ 20 ആണ്. ജൂലൈ 20 വൈസ്രോയ് കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കുന്നു. അത് നടപ്പിലാക്കുന്നത് ഒക്ടോബർ 16 1905 ഒക്ടോബർ 16. ദേശീയ പത്രങ്ങളും കവികളും സാമൂഹിക പ്രവർത്തകരും ബംഗാൾ വിഭജനത്തെ എതിർത്തു. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ്. ഗംഗ ബ്രഹ്മപുത്ര ആശ്ലേഷിക്കുന്നതും ഫലഭൂഷ്ടമാക്കുന്നതുമായ രണ്ട് അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത്. അപ്പൊ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, ഇതൊക്കെ എന്താണ് ബംഗാൾ വിഭജനത്തിന്റെ മുദ്രാവാക്യങ്ങളാണ്. പ്രതിഷേധങ്ങളെ തുടർന്ന് എന്ത് ചെയ്യുന്നു, 1911 അവരെന്ത് ചെയ്യുന്നു, ബംഗാൾ വിഭജനം റദ്ദാക്കുകയാണ് ഉണ്ടായത്. അപ്പൊ മെയിൻ ആയിട്ട് 3 ഡേറ്റ് ആണ് ഓർത്തിരിക്കേണ്ടത്. 1905 ജൂലൈ 20 കഴ്സൺ അത് പ്രഖ്യാപിക്കുന്നു, ഒക്ടോബർ 16 നടപ്പാക്കുന്നു, 1911 പിൻവലിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ. ആൻസർ ആന, സിംഹം, കാള, കുതിര. ഇന്ത്യയുടെ ദേശീയ മുദ്ര എന്നറിയപ്പെടുന്നത് സിംഹമുദ്രയാണ്. അപ്പൊ ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോക സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര സ്വീകരിച്ചത്. ഉത്തർപ്രദേശിലെ സാരാനാഥിലെ സ്തൂപത്തിൽ പണി കഴിപ്പിച്ച മൗര്യ ചക്രവർത്തി അശോകനാണ്. സ്തൂപത്തിൽ 4 ദിക്കുകളിൽ അഭിമുഖമായിട്ട് 4 സിംഹങ്ങളുണ്ട്. ഒരു പീഠത്തിലാണ് 4 സിംഹരൂപങ്ങൾ നിൽക്കുന്നത്. ഈ പീഠത്തിൽ ആന, സിംഹം, കാള, കുതിര എന്നീ മൃഗങ്ങളെ കൊത്തിവെച്ചിട്ടുണ്ട്. പീഠത്തിലെ ഈ 4 മൃഗങ്ങൾക്കിടയിൽ ധർമ്മചക്രവും ഉണ്ട്. ധർമ്മചക്രത്തിൽ എത്ര 24 അരക്കാലുകളുണ്ട്. ഇവ ഓരോന്നും ബുദ്ധന്റെ ഉപദേശങ്ങളല്ലേ. 24 അരക്കാലുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധന്റെ ഉപദേശങ്ങളാണ്. തലകീഴായി നിൽക്കുന്ന താമരയും പീഠത്തിന് താഴെയായിട്ടുണ്ട് അല്ലെ. തലകീഴായി നിൽക്കുന്ന താമര അത് ഓർക്കുക. പിന്നെ സ്വാതന്ത്ര്യാനന്തരം ഭരണഘടനാ നിർമ്മാണ സമിതി, നിയമനിർമ്മാണ സമിതി അശോക സ്തംഭത്തിലെ സിംഹമുദ്ര എന്താണ് ദേശീയ മുദ്രയായിട്ട് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്ത ചിത്രകാരനാണ് ദീനാനാഥ് ഭാർഗവ. ദേശീയ മുദ്ര അംഗീകരിക്കുന്ന 1950 ജനുവരി 26 മുണ്ടകോപനിഷത്തിലെ സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ദേശീയ മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. അപ്പൊ ദേശീയ മുദ്രയുടെ വലതു ഭാഗത്ത് കാണുന്ന ജീവി ഏതാണ്, ഇടതു ഭാഗത്ത് കാണുന്ന ജീവി ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. വലതു ഭാഗത്ത് നമുക്ക് നോക്കിയാൽ കാളേനെ കാണാനായിട്ട് സാധിക്കും, ഇടതു ഭാഗത്താണെങ്കിൽ കുതിര. അപ്പൊ നമ്മളിപ്പോ എക്സ്ട്രാ പഠിച്ചത് താമര, തലകീഴായിട്ട് ഒരു താമരയുണ്ട്, അതുപോലെ തന്നെ 24 അരക്കാലുകളുണ്ട്. ബുദ്ധന്റെ ഉപദേശങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്ത ചിത്രകാരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീനനാഥ ഭാർഗവയാണ്. ദീനനാഥ ഭാർഗവ. ഇത് റിപ്പബ്ലിക്കായ അന്ന് തന്നെയാണ് ദേശീയ മുദ്രയെ നമ്മൾ അംഗീകരിക്കുന്നത്, 1950 ജനുവരി 26. അടുത്ത ക്വസ്റ്റ്യൻ, പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലുപ്പം കുറയുന്നു. അത് തെറ്റാണ്. പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു.
അത് ശരിയാണ്. പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. അത് തെറ്റാണ്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. അത് തെറ്റാണ്. അപ്പൊ ശരിയായ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. അതായത് ഒരു 18 ഗ്രൂപ്പും 7 പീരിയഡും ആണ് ഉള്ളത്. അപ്പൊ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആറ്റത്തിന്റെ വലിപ്പം കൂടി കൂടി വരും അല്ലെ? മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടി പോകുന്നു. ഇനി പീരിയഡിലാണെങ്കിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത്? ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അല്ലെ? ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോഴത്തേക്കും. ഇനി ലോഹ സ്വഭാവമാണെങ്കിൽ എന്താണ്? വലിപ്പം കൂടുന്നതിനനുസരിച്ച് എന്താണ്? ലോഹ സ്വഭാവം കൂടുന്നു. അപ്പൊ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ വലിപ്പം കൂടുന്നു, അതിനനുസരിച്ച് ലോഹ സ്വഭാവം കൂടുന്നു. ഇനി അതിന് ഓപ്പോസിറ്റ് തന്നെയാണ് പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ഇനി അലോഹ സ്വഭാവം അങ്ങനെ ആലോചിച്ചിട്ടാ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ, അത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവമാണ് കൂടുന്നത്. അപ്പൊ അലോഹ സ്വഭാവം കുറയുന്നു എന്ന് മനസ്സിലാക്കാം. അതിന്റെ ഓപ്പോസിറ്റ് പീരിയഡിൽ സംഭവിക്കുന്നു. ഇനി അയോണീകരണ ഊർജ്ജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ന്യൂക്ലിയസിൽ നിന്ന് ബാഹ്യതമ ഷെല്ലിലേക്ക് വേണ്ട അതിനെ പിടിച്ചു നിർത്താൻ ഉള്ള ഊർജ്ജത്തെയാണ് അയോണീകരണ ഊർജ്ജം. സ്വാഭാവികമായിട്ട് ആറ്റത്തിന്റെ വലിപ്പം കൂടുമ്പോഴത്തേക്കും ന്യൂക്ലിയസിന് അതിലേക്കുള്ള കൺട്രോൾ കിട്ടില്ല. കാരണം അത്രയും വലിപ്പം വർദ്ധിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റും? അയോണീകരണ ഊർജ്ജം കുറയാണ്. അതിനെ റിലീസ് ചെയ്യാനുള്ള ഊർജ്ജം വളരെ കുറവ് മതി. മനസ്സിലായി? അപ്പൊ അതാണ് അയോണീകരണ ഊർജ്ജം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കുറയുന്നു. പക്ഷെ പീരിയഡിൽ അങ്ങനെയല്ല. ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞ് ന്യൂക്ലിയസിനോട് ചേർന്ന് വരുന്ന രീതിയിൽ കൺജസ്റ്റഡ് ആയിട്ട് വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അയോണീകരണ ഊർജ്ജം വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഊർജ്ജം അവിടെ എടുക്കേണ്ടതായിട്ട് വരുന്നു. ഇനി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള ഒരു താല്പര്യം. അപ്പൊ ഗ്രൂപ്പില് മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറയുകയാണ് ഉള്ളത്. അപ്പൊ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹങ്ങൾ എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവം കൂടാണ്. അപ്പൊ ലോഹങ്ങൾ എന്ന് പറയുന്നത് അവയ്ക്ക് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജ് നേടാനാണ് താല്പര്യം. അല്ലെ? ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ എന്താണ്? ഒരു നെഗറ്റീവ് പോകുന്നു, അപ്പൊ പോസിറ്റീവ് ചാർജ് കൂടുന്നു എന്നാണ്. അപ്പൊ പോസിറ്റീവ് ചാർജായി നിലനിൽക്കാനാണ് ഈ ലോഹങ്ങൾക്ക് താല്പര്യം. അപ്പൊ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്തുകൊണ്ട് കുറയുന്നു? അല്ലെ? ഇലക്ട്രോണിനെ വാങ്ങുമ്പോഴാണ് നമുക്ക് നെഗറ്റീവ് ചാർജ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ലോഹങ്ങളാണ് ഈ നെഗറ്റീവ് ചാർജ് വാങ്ങി കൂട്ടിയിട്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂട്ടുന്ന ആളുകൾ. ലോഹങ്ങൾ എപ്പോഴും നെഗറ്റീവ് കളഞ്ഞ് പോസിറ്റീവ് ആവുന്ന ആളുകളാണ്. ലോഹങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുന്നതോടും മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോടും ലോഹ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റി കുറയുന്നു എന്ന് ഓർക്കാം. പക്ഷെ പീരിയഡിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഒരു പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതോറും അലോഹ സ്വഭാവം കൂടുന്നു. അതുകൊണ്ട് തന്നെ അവ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസിനെ വാങ്ങിക്കുന്നു. അപ്പൊ എന്താണ്? നെഗറ്റീവ് അവരുടെ കൂടെ കൂടുന്നു, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുന്നു.